ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവൽപ്പുരയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ഇന്ന് വലിയ ചോദ്യചിഹ്നങ്ങൾ നേരിടുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ നിയന്ത്രിക്കുന്ന ഈ ഭരണഘടനാ സ്ഥാപനം ഇപ്പോഴും നിഷ്പക്ഷമായും സ്വതന്ത്രമായുമാണോ പ്രവർത്തിക്കുന്നത് എന്ന ഗൗരവകരമായ അന്വേഷണമാണ് ദ വയർ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ മുന്നോട്ട് വെക്കുന്നത്. ഒരു കാലത്ത് സുപ്രീം കോടതിയെക്കാളും ഇന്ത്യൻ സൈന്യത്തെക്കാളും ജനങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു സ്ഥാപനത്തിന് എങ്ങനെയാണ് ഇത്രയധികം നിഴലുകൾ വീണതെന്നത് ഓരോ പൗരനും ചിന്തിക്കേണ്ട വിഷയമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തകർച്ചയുടെ തുടക്കം 2023 വിവാദപരമായ നിയമപരിഷ്കാരത്തോടെയാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്ന സമിതിയിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയെ ഉൾപ്പെടുത്തിയത് കമ്മീഷന്റെ സ്വതന്ത്ര സ്വഭാവത്തിനേറ്റ തിരിച്ചടിയാണ്. ഈ നിയമപ്രകാരം നിയമിക്കപ്പെട്ട ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പലപ്പോഴും ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ മേധാവിയായല്ല, മറിച്ച് ഭരണകക്ഷിയുടെ വക്താവിനെ പോലെയാണ് പെരുമാറുന്നതെന്ന ആക്ഷേപം ശക്തമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിലെ ക്രമക്കേടുകൾ തുറന്നുകാട്ടിക്കൊണ്ട് നേരത്തെ എച്ച് ഫയൽസ് എന്ന പേരിട്ട രേഖകൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരുന്നു. ഹരിയാനയിലെ വോട്ടർമാരിൽ 8-ൽ ഒരാൾ വീതം വ്യാജനാണെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് അദ്ദേഹം അന്ന് വ്യക്തമാക്കിയത്. അതായത് സംസ്ഥാനത്തെ മൊത്തം വോട്ടർമാരുടെ ഏകദേശം 12.5% വരുന്ന 25 ലക്ഷം വോട്ടുകൾ വ്യാജമോ കൃത്രിമമോ ആണെന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു. ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ വോട്ടർ ഐഡികൾ വരെ ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു എന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. വെറും 22,000 വോട്ടുകളുടെ വ്യത്യാസത്തിൽ കോൺഗ്രസിന് 8 സീറ്റുകൾ നഷ്ടമായ ഹരിയാനയിൽ ലക്ഷക്കണക്കിന് വരുന്ന ഇത്തരം വ്യാജ വോട്ടുകൾ ഫലത്തെ നേരിട്ട് സ്വാധീനിച്ചു എന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. ബംഗളൂരുവിലെ മഹാദേവപുര മണ്ഡലത്തിലും സമാനമായ ക്രമക്കേടുകൾ നടന്നതായി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിരുന്നു. 11,965 ഇരട്ട വോട്ടുകൾ, 40,000-ലധികം വ്യാജ മേൽവിലാസങ്ങൾ, 10,000-ലധികം ബൾക്ക് രജിസ്ട്രേഷനുകൾ എന്നിവ വഴി ഏകദേശം 1 ലക്ഷത്തിലധികം വ്യാജ വോട്ടർമാരെ സൃഷ്ടിച്ചാണ് BJP അവിടെ വിജയിച്ചതെന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു. 90 വയസ്സിന് മുകളിലുള്ളവർ പോലും പുതിയ വോട്ടർമാർക്കുള്ള ഫോം 6 ദുരുപയോഗം ചെയ്ത് പേര് ചേർത്തു എന്നത് സംവിധാനത്തിലെ പാളിച്ചയാണ് വ്യക്തമാക്കുന്നത്. കർണാടകയിലെ ആലന്ദ് മണ്ഡലത്തിലെ വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്യാൻ BJP MLA സുഭാഷ് ഗട്ടേദാർ നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ചുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. വിദേശ രാജ്യങ്ങളിലെ വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് OTP സംഘടിപ്പിക്കുകയും ആസൂത്രിതമായി വോട്ടർമാരുടെ പേര് വെട്ടുകയും ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വോട്ടർമാരുടെ സ്വകാര്യ വിവരങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്വകാര്യ ഏജൻസികളെ അനുവദിച്ചത് ഇതിനാക്കം കൂട്ടി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ വഴിയും വോട്ടർ പട്ടികയിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയത്. ദളിതുകൾ, മുസ്ലിങ്ങൾ, പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവരെ ലക്ഷ്യം വെച്ച് വോട്ടുകൾ വെട്ടിമാറ്റിയതായി യോഗേന്ദ്ര യാദവ് നേരത്തെ ആരോപിച്ചിരുന്നു. ബീഹാറിൽ വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ 47 ലക്ഷത്തോളം വരുന്ന കുറവ് തെരഞ്ഞെടുപ്പ് ഫലത്തെ നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടിക പുതുക്കുന്നതിനേക്കാൾ പേരുകൾ നീക്കം ചെയ്യുന്നതിലായിരുന്നു കമ്മീഷന്റെ താൽപര്യമെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 91 മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ കുറവ് വരികയും ഇത് ഭരണകക്ഷിക്ക് അനുകൂലമായ മാറ്റമുണ്ടാക്കുകയും ചെയ്തു. ഇത്രയും ഗൗരവകരമായ ആരോപണങ്ങൾ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുലർത്തുന്ന മൗനമാണ് ഏറ്റവും ദുരൂഹം. കൃത്യമായ മറുപടി നൽകുന്നതിന് പകരം സാങ്കേതികത്വത്തിൽ തൂങ്ങി രക്ഷപ്പെടാനാണ് കമ്മീഷൻ ശ്രമിക്കുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞ് 45 ദിവസത്തിനുള്ളിൽ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കാനുള്ള ഉത്തരവ് സുതാര്യതയ്ക്ക് എതിരാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള തർക്കങ്ങളും VVPAT സ്ലിപ്പുകൾ പൂർണ്ണമായും എണ്ണണമെന്ന ആവശ്യവും കമ്മീഷൻ നിരന്തരം തള്ളിക്കളയുകയാണ്. ഇന്ന് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ നിന്നും ഭരണകൂടത്തിന്റെ ചട്ടുകമായി മാറുന്നുവോ എന്ന ഭയം ഗൗരവകരമാണ്. വോട്ടർ പട്ടിക മാനേജ്മെന്റ് സിസ്റ്റത്തിലെ സുഷിരങ്ങളും കമ്മീഷന്റെ സുതാര്യതയില്ലായ്മയും ജനാധിപത്യ പ്രക്രിയയുടെ വിശുദ്ധി തന്നെ നശിപ്പിക്കുകയാണ്. ഈ സ്ഥാപനത്തിന്റെ സ്വയംഭരണാധികാരം വീണ്ടെടുക്കുക എന്നത് വരാനിരിക്കുന്ന കാലത്തെ വലിയ വെല്ലുവിളിയാണ്.